പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷീല ബാബു. ഞാനൊരു ഹൈന്ദവ സമുദായാംഗമായിരുന്നു. എനിക്ക് 2 മക്കൾ, ഒരു മകനും ഒരു മകളും ഉണ്ട്. എൻ്റെ ഭർത്താവിന് 2001 ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അതിൽ ഞാൻ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി. അതിൽ കൂടിയാണ് ഞാൻ ഒരു ഹൈന്ദവ സഹോദരനിൽ കൂടെ അറിഞ്ഞ കർത്താവിനെ കുറിച്ച് ഞാൻ അറിയാനിടയായി. ക്രിസ്തുവാണ് ദൈവം എന്നുള്ള തിരിച്ചറിവിൽ ജീവിച്ചു. അങ്ങനെ ഒരു 10-20 വർഷത്തോളം വിശ്വാസത്തിന് കുറച്ച് നിന്ന് ഞാൻ ജീവിക്കണമായിരുന്നു. അങ്ങനെ 2 മതത്തിൽ നിന്ന് ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എനിക്ക് ക്രിസ്ത്യാനി ആകണം എന്നുള്ള, ക്രിസ്തു മതത്തിൽ ചേരണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ പള്ളിയിൽ ചേർന്ന് മാമോദീസ സ്വീകരിച്ച് ഒരു 1-1.5 വർഷം കഴിഞ്ഞപ്പോൾ ബൈബിൾ വായിക്കാനുള്ളൊരു ഭയങ്കര ഒരു പ്രചോദനം, ഭയങ്കര ഒരു പ്രേരണ. കാരണം പള്ളിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും ബൈബിളിനോട് പൊരുത്തപ്പെടണമെന്നുള്ളൊരു ബോധ്യം, ആ തിരിച്ചറിവ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിളിലുള്ള വായനയിലേക്ക് തിരിച്ചിറങ്ങി. അങ്ങനെ ഞാൻ യൂട്യൂബിൽ 1-2 പ്രസംഗങ്ങൾ, ബൈബിൾ പഠനം കേൾക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പോഴാണ് എനിക്ക് ബൈബിളിൽ തന്നെ 2 സുവിശേഷം ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായതും, രാജ്യത്തിൻ്റെ സുവിശേഷവും കൃപയുടെ സുവിശേഷവും. അങ്ങനെ കൃപയുടെ സുവിശേഷത്തെക്കുറിച്ച് കൂടുതൽ അറിയാനിടയായത് യൂട്യൂബിലെ 2 ക്ലാസ്സുകൾ വഴിയാണ്. ഒന്ന് ജീസസ് സേവ്സ് ഓമന വർഗീസ് എന്ന് പറഞ്ഞൊരു സഹോദരി, ഒന്ന് ഗ്രേസ് ചർച്ച് പറവൂർ, അവിടെ ജിനേഷ് ജോണി എന്നൊരു ബ്രദർ. ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ കൃപയുടെ സുവിശേഷത്തെക്കുറിച്ച് കൂടുതൽ അറിയാനിടയായി. അത് ജാതികൾക്കായുള്ള സുവിശേഷം കൃപയുടെ സുവിശേഷമാണെന്നും അത് നമ്മുടെ അപ്പോസ്തലൻ പൗലോസ്ലീഹയാണെന്നുള്ള തിരിച്ചറിവിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ കാര്യങ്ങൾ എനിക്ക് മറ്റുള്ളവരോട് പറയണമെന്നും നമ്മുടെ രക്ഷ എന്താണെന്ന് മറ്റുള്ളവരോട് പറയണമെന്നൊക്കെ വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ കൃപയുടെ സുവിശേഷം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്താലുള്ള നീതീകരണം, നമ്മുടെ രക്ഷ, നമ്മുടെ കർത്താവായ യേശു നമ്മുടെ പാപപരിഹാര ബലിയായി മരിച്ചടക്കപ്പെട്ടു തിരുവെഴുത്തും പ്രകാരം 3-ാം നാൾ ഉയർത്തു എന്നുള്ള വിശ്വാസം, അത് ആഴമേറിയ വിശ്വാസമായിരിക്കണം. ആ വിശ്വാസത്തോടു കൂടി നമ്മൾ രക്ഷിക്കപ്പെടുന്നുള്ളതാണ് കൃപയുടെ സുവിശേഷത്തിലെ പ്രധാന കാരണം. അതിപ്പോൾ നമ്മളോട് പറഞ്ഞു തരുന്നത് നമ്മുടെ അപ്പോസ്തലനായ പൗലോസ്ലീഹയാണ്. പൗലോസ്ലീഹയുടെ 13 ലേഖനങ്ങൾ ഇത് വായിച്ചാൽ മനസ്സിലാവും. ഈ സുവിശേഷത്തിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്.